guys, welcome back to my channel. My name is Pranavi and I'm a final Prof BMS student. Today in this video we will going to discuss about, is it possible to crack NEET 2025 within 50 days? Okay, നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് 15 days കൊണ്ട് നമുക്ക് NEET crack ചെയ്യാൻ പറ്റുമോ ഇല്ലയോ? According to me it is possible. അത് എങ്ങനെ ആക്കിയിട്ട് പോസിബിൾ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കുറച്ച് പാടുണ്ടല്ലേ. ഇറ്റ് ഈസ് പോസിബിൾ ബിക്കോസ് ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയം പോലും നിങ്ങൾക്ക് പഠിക്കാൻ തികയുന്നില്ല എന്നെനിക്കറിയാം. പക്ഷേ ഇത് പറയേണ്ടത് ഏറ്റവും വലിയ കാര്യമാണ്. കാരണം NEET 2025 ഏകദേശം നമുക്കൊരു 18 ദിവസം ഉണ്ട്. പക്ഷേ 15 ദിവസം സ്ട്രാറ്റജി കൊണ്ടും നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുമോ? യെസ്, ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ എനിക്കറിയാവുന്ന കുറച്ച് ഫ്രണ്ട്സ്, അതായത് അവർ കുറച്ച് ജൂനിയേഴ്സ് അറിയാവുന്ന കുറച്ച് പേരുണ്ട്. അപ്പോൾ അവർ ഈ NEET 2025 അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ ഭയങ്കര സ്ട്രെസ്സിലും കാര്യങ്ങളിലൊക്കെയാണ്. സിലബസ് തീർക്കണോ അതോ മോക്ക് ടെസ്റ്റ് ചെയ്യണോ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അവരിങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. എല്ലാം കൃത്യമായിട്ട് ചെയ്യുന്നവരുമുണ്ട്. അപ്പോൾ പലതരത്തിലുള്ള ആൾക്കാരുമായിട്ടൊക്കെ സംസാരിച്ച സ്ഥിതിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി. അപ്പോൾ ആ ടിപ്സും സ്ട്രാറ്റജി അവരെന്താണ് അപ്ലൈ ചെയ്യുന്നത്, അപ്പോൾ ഇത് ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെയാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത്. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ ഫാസ്റ്റ്ലി, കാരണം നമുക്ക് സമയമില്ല. അപ്പോൾ നമ്മൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്നത് ദ സിലബസ് അല്ലേ. നമുക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി മൂന്നും കൂടെ ചേർത്ത് എന്താണ് വലിയൊരു സിലബസ് ആണ്. അപ്പോൾ ഒരു ചാപ്റ്റർ വൈസ് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 100+ ചാപ്റ്റേഴ്സ് ഉണ്ട് അല്ലേ. അപ്പോൾ ഈ ഒരു സിലബസ് കംപ്ലീറ്റ് ചെയ്യാന്നുള്ളത് നമ്മളെടുക്കുന്ന ഏറ്റവും വലിയൊരു റിസ്ക് തന്നെയാണ്. അപ്പോൾ ഇപ്പം ചെയ്യാനുള്ളത് അധികം സമയമൊന്നും ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഇഫ് ഒന്നും പഠിച്ചിട്ടില്ലാത്ത ഒരാളാണെങ്കിൽ കൂടിയും നിങ്ങൾക്ക് ചെയ്യാനുള്ളത് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ് ഏതാണെന്ന് നോക്കുക. അതായത് ഫിസിക്സിലായിക്കോട്ടെ, കെമിസ്ട്രിയിലായിക്കോട്ടെ, ബയോളജിയിലായിക്കോട്ടെ, ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ഏതാണെന്ന് മനസ്സിലാക്കുക. എന്നിട്ട് അതിന് വേണ്ടിയിട്ട് വർക്കൗട്ട് ചെയ്യുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്കിപ്പോൾ ജസ്റ്റ് ഒരു 50% അല്ലെങ്കിൽ 30% അല്ലെങ്കിൽ 30 to 45% നോളജ് മാത്രമേ ഈ ഒരു NEET 2025 വേണ്ടിയിട്ടുള്ള സിലബസിനെ കുറിച്ച് അറിയുള്ളൂ എന്നിരിക്കട്ടെ. ഇല്ല, അത്രയും മതി. അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യാന്ന് വെച്ചാൽ പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാനുള്ളത് മോക്ക് ടെസ്റ്റ്. അതായത് ഇനി വേറെ സമയമില്ല, നമുക്ക് മോക്ക് ടെസ്റ്റ് മാത്രം ചെയ്ത് നോക്കിയാൽ മതി. അതായത് ഇനിയുള്ള 15 ദിവസം കൊണ്ട് നമ്മൾ ചെയ്യണത് 2 മോക്ക് ടെസ്റ്റ് വീതം ചെയ്യണം. അതായത് രാവിലെ ഒന്ന്, വൈകിട്ടൊന്ന്. നമ്മൾ പനി വരുന്നു, ഡോക്ടറിനെ കാണാൻ പോകുന്നു, ആഹാരത്തിന് മുൻപ്, ആഹാരത്തിന് ശേഷം, രാവിലെ ഒന്ന്, ഉച്ചയ്ക്കൊന്ന്, രാത്രി ഒന്ന്. അങ്ങനെയല്ലേ നമുക്ക് ഗുളികളൊക്കെ തരുന്നത്. അല്ലെങ്കിൽ രാവിലെ ഒന്ന്, അതായത് ആ പ്രിസ്ക്രിപ്ഷൻ നമുക്കൊരു കാർഡ് തരില്ലേ, ടാബ്ലറ്റ് ഇട്ടിട്ട് ഒരു ബ്രൗൺ ഷെയ്ഡിലുള്ള, അതിനകത്ത് 101 അങ്ങനെ ആയിരിക്കുമല്ലോ തരുന്നത്. അപ്പോൾ ഈ NEET 2025 മോക്ക് ടെസ്റ്റുകളെല്ലാം ഒരു ടാബ്ലറ്റ് ആണെന്ന് വിചാരിക്കുക. എന്നിട്ട് 101 എന്ന് കരുതിയിട്ട് എന്ത് ചെയ്യണം, രാവിലെയും വൈകിട്ടും ഓരോ മോക്ക് ടെസ്റ്റ് ചെയ്യുക. അതായത് ഒരു ദിവസം 2 മോക്ക് ടെസ്റ്റ് വെച്ചിട്ട് 15 ദിവസം കൊണ്ട് 30, അതായത് അറ്റ്ലീസ്റ്റ് 30 മോക്ക് ടെസ്റ്റുകൾ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. പിന്നെ ഉള്ള സംഭവം എന്ന് വെച്ചാൽ, ഇത് ചെയ്യുന്നതിന് മുമ്പ് ഉഴപ്പാതെ നിൽക്കരുത്. ഉഴപ്പിയാൽ ഇനി സമയമില്ല. കാരണം സമയം ആരും പറഞ്ഞിട്ടുണ്ട്, അല്ല, ആ പറഞ്ഞ വ്യക്തി ഒരു വലിയ മഹത്തായ വ്യക്തിയാണ്. ആ വ്യക്തിയെ ഞാൻ ബഹുമാനിക്കുന്നുണ്ട്. പക്ഷെ ആരാത് പറഞ്ഞിരിക്കുന്നത്, ടൈം ഇസ് സിംപ്ലി വാട്ട് എ ക്ലോക്ക് റീഡ്സ്. യെസ്, പക്ഷേ നമ്മളിപ്പോൾ 15% മാത്രമേ നോളജുള്ള ഒരാളായിരിക്കാം. പക്ഷേ 100% നോളജുള്ള ആളും, അല്ലെങ്കിൽ ഈ 100% സിലബസ് കംപ്ലീറ്റ് ചെയ്ത ആളിനോടൊപ്പമാണ് നമ്മൾ മത്സരിക്കുന്നത്. സോ മോക്ക് ടെസ്റ്റ് ചെയ്തേ പറ്റൂ. അതാണ് അൾട്ടിമേറ്റ് എയിം ആയിരിക്കണം. പിന്നെ ഈ മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ എയ്തർ നിങ്ങൾക്ക് ചാപ്റ്റർ വൈസ് ചെയ്യാം, ഇല്ലെങ്കിൽ ഫുൾ മോക്ക് ടെസ്റ്റ് ചെയ്യാം. അതായത് 3 സബ്ജക്റ്റും കൂടെ ചേർത്തിട്ട് മോക്ക് ടെസ്റ്റ് ചെയ്യാം. ഇനി സെക്കൻഡ് തിങ്, അതായത് ഗോ ത്രൂ ദ ഫോർമുലാസ്. അതിനുമുമ്പ് ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. അതായത് ഈ മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഉള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ മിസ്റ്റേക്ക് ഏതാണ്, അല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണ് വീക്ക് എന്ന് നിങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ മോക്ക് ടെസ്റ്റ്. അപ്പോൾ
നമ്മൾ ആദ്യം ഒരു മിസ്റ്റേക്ക് ബുക്ക് ഉണ്ടാക്കി വെച്ചിരിക്കണം. അപ്പം നമ്മൾ ഈ മോക്ക് ടെസ്റ്റിന് ശേഷം ഇത് വാല്യൂ ചെയ്തിട്ട് ഏതൊക്കെ പോർഷനാണ് നമ്മൾ വീക്ക് എന്ന് കണ്ടെത്തിയിട്ട് എഴുതി വെച്ചിട്ട് അതും കൂടെ ഒന്ന് കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കാം. സോ ഇനി ഗോ ത്രൂ ദ ഫോർമുലാസ്. ഫിസിക്സിന്റെ കാര്യത്തിൽ ഫോർമുലാസ് ഇല്ലാതെ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല, അല്ല പഠിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഫിസിക്സ് ചാർട്ട്സ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ്, ഗ്രാവിറ്റേഷൻ, ഇലക്ട്രോസ്റ്റാറ്റിക്സ്, അതുപോലെ കുറേ മാഗ്നറ്റിസം ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അങ്ങനെ കുറേ ചാപ്റ്റേഴ്സ് ഉണ്ട്. ഫോർമുലാസ്. ഓക്കെ, ഡെൻസിറ്റി ഒക്കെ എങ്ങനെ കണ്ടുപിടിക്കും, അല്ലെങ്കിൽ നമ്മൾ ഗ്രാവിറ്റേഷൻ എങ്ങനെ കണ്ടുപിടിക്കും, അല്ലെങ്കിൽ E=mc². കിളി പറക്കുന്നുണ്ടോ ഇതൊക്കെ കേൾക്കുമ്പോൾ? അങ്ങനെയൊന്നും ചിന്തിച്ചിട്ട് കാര്യമില്ല. ഓൺലി ഫോക്കസ് ഓൺ ദ ഫോർമുലാസ്. എല്ലാവരും പേപ്പറിലൊക്കെ ഇപ്പോൾ ഓൾറെഡി എല്ലാവരും നോട്ട്സൊക്കെ ഉണ്ടാക്കി കാണും. അപ്പോൾ ആ പേപ്പറൊക്കെ ജസ്റ്റ് ഇങ്ങനെ ഗോ ത്രൂ എല്ലാം ഡെയിലി ഇരുന്ന് വായിക്കുക. അല്ലെങ്കിൽ 3, 5, 6, 10 ചാപ്റ്റേഴ്സിലെ ഫോർമുലാസ് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. ഇനി അടുത്തത് കെമിസ്ട്രി. ഏകദേശം 500 ഫോർമുലാസ് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ ഇനി അതിൻ്റെ നോക്കണ്ട. ഇനി നിങ്ങൾ ചെയ്യാനുള്ളത് ആദ്യം നിങ്ങൾ നോക്കേണ്ടത് അതിൻ്റെ മെയിൻ ആയിട്ടുള്ള ടോപ്പിക് ഏതാണോ അതിന് മാത്രം ഫോക്കസ് ചെയ്ത് പഠിക്കുക. അപ്പോൾ അതിന് ഒന്നാമത്തത് ആദ്യം പോകേണ്ടത് ഇനോർഗാനിക് കെമിസ്ട്രി, അതിനുശേഷം ഓർഗാനിക്, പിന്നെ ഫിസിക്കൽ കെമിസ്ട്രി. കാരണം ഫിസിക്കൽ കെമിസ്ട്രി, ഇനോർഗാനിക് കെമിസ്ട്രി ഒക്കെ വെരി സിമ്പിളാണ്. ഓർഗാനിക് മാത്രമേ കുറച്ച് ടഫായിട്ട് വരുന്നുള്ളൂ. അപ്പോൾ അതിനു വേണ്ടി ടൈം മാനേജ് ചെയ്യാം. ദെൻ ഇനിയുള്ളത് ബയോളജി. എത്രയോ തവണ ഞാൻ എൻ്റെ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്, ബയോളജി പ്ലീസ് ലേൺ everything in that biology test. +1ലെയും +2ലെയും ആ 2 ടെക്സ്റ്റും ഫുൾ കംപ്ലീറ്റ് ചെയ്യൂ, ലൈൻ ബൈ ലൈൻ. Around 90% of the questions are asked from NCERT. That is the Bible of NEET. Focus on that and study that well. And അത്രയൊക്കെ ഉള്ളൂ ഈ വീഡിയോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. കാരണം വെച്ചാൽ ഇത് സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഈ 3 കാര്യങ്ങൾ ചെയ്യുക, മോക്ക് ടെസ്റ്റ് ചെയ്യുക. അതോടുകൂടി നിങ്ങൾക്ക് ഇപ്പോൾ ബയോളജി ഫുള്ള് പഠിക്കുകയാണെങ്കിൽ ഉള്ള കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് 330+ സ്കോർ ചെയ്യാൻ പറ്റും. അതായത് 360 ബയോളജിക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പോൾ പിന്നെ അങ്ങനെയാണെങ്കിൽ ഈ മോക്ക് ടെസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് ഒരു 500+ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. നമ്മുടെ മുമ്പിൽ ആകെ ഉള്ളത് ഇത്രയും ദിവസമുണ്ട്. പിന്നെ നീറ്റ് എക്സാമിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ അവിടെ 3 hours നമ്മൾ ഇത്രയും വർഷം, അതായത് 1 വർഷം പഠിച്ച കുറേ കാര്യങ്ങൾ വെറും 3 മണിക്കൂർ വേണ്ടിയിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. നിങ്ങൾ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ മുമ്പിൽ നിങ്ങളുടെ കഴിവിനെ കുറിച്ചോ അല്ലെങ്കിൽ നിങ്ങൾ എത്രത്തോളം പഠിച്ചിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ ഇതൊന്നും അല്ല പറയുന്നത്. ആ ഒരു സമയം, ആ പ്രഷർ നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ കഴിയണം. അതിനു വേണ്ടിയാണ് നമ്മൾ ഇപ്പോൾ ഈ മോക്ക് ടെസ്റ്റ് ചെയ്യുന്നത്. ആ സമയത്ത് ഇപ്പോൾ നന്നായിട്ട് പഠിച്ചിട്ട് പോയ ഒരാൾക്ക് പോലും ചിലപ്പോൾ കൺഫ്യൂഷൻസ് വന്നിട്ട് ഫെയിലായ ചരിത്രം വരെ ഉണ്ട്. സോ അതുകൊണ്ട് ആ പ്രഷർ നിങ്ങൾ മാനേജ് ചെയ്യാൻ പഠിക്കുക. അതാണ് മോക്ക് ടെസ്റ്റ് വഴി ചെയ്യേണ്ടത്. That is the most important part of NEET 2025. And that's it for the video. All the best, all the NEET aspirants for NEET 2025. See you on the next one. Tata, bye bye.